എറണാകുളത്ത് ലീഗ് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്കെതിരെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. മുഹമ്മദ് ക്രൈസ്തവ സഭയെ മുനമ്പം വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് പോസ്റ്ററിൽ പരാമർശമുണ്ട്. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഇന്നലെ മുതൽ ഈ പലയിടങ്ങളിലും പോസ്റ്റർ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ പോസ്റ്ററിലെ പരാമർശങ്ങൾ? അതിനെ കഴിഞ്ഞ ഏതാനും നാളുകളായി എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗിൽ കടുത്ത അതൃപ്തിയും ഒപ്പം തന്നെ ചേരിപ്പോരും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അഹമ്മദ് കബീറിൻ്റെയും ഒപ്പം തന്നെ മുൻ മന്ത്രിയുടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെയും നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളായി എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗ് വേർപിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് സംഘങ്ങളും തമ്മിൽ നിരന്തരമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഒരു മൂന്നാം ചേരിയായി മുഹമ്മദ് ഷായുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കൂടി ഈ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ വരുന്നത്. എന്തായാലും ഈ മൂന്ന് സംഘങ്ങളും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരത്തിനിടയിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിലെ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ബിൽഡിംഗ് ആയിട്ടുള്ള എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസാണ് മുസ്ലിം ലീഗിന്റെ. ആ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് മുഹമ്മദ് ഷായുടെ പേരിലുള്ള ചില പോസ്റ്ററുകൾ വന്നത്. ഇവിടെയായിരുന്നു ആ പോസ്റ്റർ ഒട്ടിച്ചിരുന്നത്. ഈ പല ഭാഗങ്ങളിലായി പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെത്തി ഏതാനും ചില പോസ്റ്ററുകൾ വലിച്ചു കീറിയിട്ടുണ്ട്. അതിൽ പറയുന്നത് പ്രധാനമായിട്ടും ഇങ്ങനെയാണ്: മുഹമ്മദ് ഷാ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. മുനമ്പം ഭൂമി അത് വഖഫ് ബോർഡിൻ്റെ അല്ല, അത് അവിടുത്തെ ജനങ്ങളുടെയാണ് എന്നുള്ള രീതിയിൽ മുഹമ്മദ് ഷാ ക്രൈസ്തവ സഭയുമായി സംസാരിച്ചു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. മാത്രമല്ല, അത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടാണ് രണ്ട് വിഭാഗമായി മുനമ്പത്ത് സമരം ആരംഭിക്കേണ്ടി വന്നത്. മുസ്ലിം ലീഗിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മുഹമ്മദ് ഷാ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആരോപണം. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാണുന്നത് പോലെ ലീഗ് ഓഫീസിൽ ഏതാനും ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആ പോസ്റ്ററുകൾ രാവിലെ തന്നെ പ്രവർത്തകരെല്ലാവരും എത്തി ആ പോസ്റ്ററുകളൊക്കെ വലിച്ചു കീറി. ഏതാനും ചില പ്രവർത്തകരൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ട്. പല ആളുകളും ഈ കാണുന്നത് പോലെ നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളൊരു തർക്കം ഏതാനും നാളുകളായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ജില്ലാ പ്രസിഡന്റ് നിലവിൽ എറണാകുളം ജില്ലയിൽ മുസ്ലിം ലീഗിനില്ല. ഉണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റിനെ മാറ്റുകയും ചെയ്തു. കോടതിയിൽ വലിയ തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വിഭാഗമായി അഹമ്മദ് കബീറിൻ്റെയും ഒപ്പം തന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെയും നേതൃത്വത്തിൽ രണ്ട് വിഭാഗമായി പരസ്പരം ചേരിപ്പോര് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ. ഇതിനിടയിലാണ് മുഹമ്മദ് ഷായ്ക്കെതിരെയും ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ആ പോസ്റ്റർ രാവിലെ തന്നെ പ്രവർത്തകർ എല്ലാവരും എത്തി ആ പോസ്റ്റർ വലിച്ചു കീറുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. പക്ഷേ അപ്പോൾ ഈ ജില്ലയിലെ മുസ്ലിം ലീഗിന് ഇടയിലുള്ള ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു. അത് മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തർക്കം ആ രീതിയിലേക്ക് കൂടി വഴിമാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ആതിര. ശരി, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.